കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ പനയാലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലറ കണ്ടെത്തി. മഹാശില സംസ്കാരത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കല്ലറയാണ് കണ്ടെത്തിയ ഗുഹയെന്ന് സ്ഥിരീകരിച്ചു. പനയാൽ കളിങ്ങോത്ത് മീത്തൽ വീട് കൂക്കൽ തറവാടിന് സമീപം എം മധുസൂദനൻ നമ്പ്യാരുടെ പറമ്പിലാണ് 2000 വർഷത്തോളം പഴക്കമുള്ള മഹാശിലാ സംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പായ ചെങ്കല്ലറ കണ്ടെത്തിയത്. JCB ഉപയോഗിച്ച മതിൽ നിർമ്മാണത്തിനായി മണ്ണു നീക്കുന്നതിനിടെയാണ് ചെങ്കല്ലറ കണ്ടെത്തിയത്. മഹാശിലാ സംസ്കാര കാലഘട്ടത്തിലാണ് ശവസംസ്കാരത്തിനായി ഭസ്മവും അസ്ഥികളും മറ്റ് വസ്തുക്കളും നിക്ഷേപിച്ച മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളും അടക്കം ചെയ്ത ചെങ്കല്ലറകൾ നിർമ്മിച്ചിരുന്നത്. ഗുഹ കണ്ടെത്തിയ വിവരം പ്രദേശവാസിയായ ചന്ദ്രൻ പനയാൽ അറിയിച്ചതനുസരിച്ച് സ്ഥലം സന്ദർശിച്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകനും ചരിത്ര ഗവേഷകരുമായ ഡോക്ടർ നന്ദകുമാർ കൊറോത്ത് എന്നിവർ കണ്ടെത്തിയ ഗുഹ മഹാശിലാ സംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പുകളായ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചു. ചെങ്കൽപ്പാറ തുരന്ന് നിർമ്മിച്ച ചെങ്കല്ലറയുടെ വൃത്താകൃതിയിലുള്ള ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള കവാടം കല്ലുകൊണ്ട് അടച്ചുവച്ച നിലയിലാണുള്ളത്. സാധാരണയായി പടികളോടുകൂടി കാണപ്പെടാറുള്ള ഭാഗം മണ്ണുമൂടിയ നിലയിലാണുള്ളത്. മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ അടച്ചുവയ്ക്കാനാകുന്ന വിധത്തിൽ ഒരാൾക്ക് ഗുഹയിലേക്ക് ഊഴ്ന്നിറങ്ങാൻ പാകത്തിൽ ദ്വാരവുമുണ്ട്. ദ്വാരം അടച്ചുവയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള അടപ്പ് JCB മണ്ണ് നീക്കുന്നതിനിടയിൽ പൊട്ടിപ്പോയിരുന്നു. വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള മൺപാത്രങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി അടക്കം ചെയ്താണ് ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിന് മുൻപ് മഹാശിലാ കാലഘട്ടത്തിലെ മനുഷ്യർ ചെങ്കല്ലറകൾ നിർമ്മിച്ചിരുന്നത്. പനയാലിൽ കണ്ടെത്തിയ ചെങ്കല്ലറയുടെ മുകൾ ഭാഗത്ത് മധ്യത്തിലായി 50 സെന്റിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലുള്ള ദ്വാരമുണ്ട്. 3 അടി ആഴത്തിലുള്ള ദ്വാരത്തിന് താഴെയായി വൃത്താകൃതിയിലാണ് ചെങ്കല്ലറയുള്ളത്. ചെങ്കല്ലറയിൽ നിന്ന് പുറത്തേക്കുള്ള കവാടം അടച്ചുവെച്ച നിലയിലാണുള്ളത്. ചെങ്കല്ലറയുടെ ഉൾഭാഗത്ത് മണ്ണ് നിറഞ്ഞതിനാൽ മൺപാത്രങ്ങൾ കാണാനാകുന്നില്ല. പള്ളിക്കര പഞ്ചായത്തിൽ പനയാൽ വില്ലേജിൽ കൂക്കൽ മിത്തലെ തറവാടിന് സമീപത്തായിട്ടാണ് JCB മൺമാറ്റത്തിനെതിരെ ചരിത്ര സ്മാരകം കണ്ടെത്തിയിട്ടുള്ളത്. 2000 കൊല്ലം പഴക്കമുള്ള മഹാശില സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു സ്മാരകമാണ് ഇവിടെയുള്ളത്. ചെങ്കല്ലറ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു സ്മാരകം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ വിളിച്ചു പറയുന്ന ഒരു നിധിയാണ്. ഇപ്പോൾ കൂടുതൽ പഠന വിധേയമാക്കുവാൻ വേണ്ടിയിട്ട് പുരാവസ്തു വകുപ്പിൽ ഇടപെടണമെന്നാണ് പറയുവാനായിട്ടുള്ളത്. പ്രാദേശികമായി മുനിയറ, പാണ്ഡവ ഗുഹ, പീരങ്കി ഗുഹ, നിധിക്കുഴി, കൽപ്പത്തായം എന്നീ പേരുകളിലാണ് ചെങ്കല്ലറകൾ അറിയപ്പെടുന്നത്. മഹാശിലാ സ്മാരകങ്ങളായ 10 കുടക്കല്ലുകൾ സമീപ പ്രദേശമായ മുനിക്കല്ല്, കരിപ്പാടകം, കുളത്തൂർ എന്നിവിടങ്ങളിൽ നശിപ്പിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചരിത്ര ഗവേഷകരിൽ നിന്നും മനസ്സിലാക്കിയ പ്രദേശവാസികൾ ചെങ്കല്ലറ സംരക്ഷിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ നമ്മൾ ഈ മതിലിൻ്റെ പണിയെടുക്കാൻ വേണ്ടി JCB ഉപയോഗിച്ചിട്ട് മണ്ണ് കളകീറുന്ന സമയത്താണ് പെട്ടെന്ന് കല്ലെല്ലാം JCBയുടെ ബക്കറ്റിന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ ഓടി വരുമ്പോൾ JCB ഡ്രൈവർക്ക് ഇതറിയില്ല കാര്യം. ഞാൻ പെട്ടെന്ന് ഒന്നാൾ കല്ലെല്ലാം താഴ്ന്ന് കണ്ടിട്ട് നോക്കുമ്പോൾ ദ്വാരം കണ്ടു, ഈ ഗുഹ മാതിരി. അങ്ങനെ പെട്ടെന്ന് JCBക്കാരോട് നിർത്താൻ പറഞ്ഞിട്ട് അവൻ പിറകിലോട്ട് പോയി സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ അതിനകത്തേക്ക് വലിയൊരു ഹോളായിട്ടാണ് കാണാൻ പറ്റിയത്. അന്നേരം നമ്മൾ തൊട്ട് അടുത്ത് അമ്മയോടെല്ലാം വിവരം പറഞ്ഞു. രാജേട്ടനാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത്. രാജേട്ടൻ അതുപോലെ തന്നെ ഇളയമേലും വന്നു. ഇളയമോൻ അമ്മയോട് പറഞ്ഞു. അവരെല്ലാം കൊണ്ട് നോക്കി
പിന്നെ അവരുടെ നാട്ടിലേക്ക് എല്ലാവർക്കും അറിഞ്ഞ് എല്ലാവരും നോക്കിയത് തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംരക്ഷണമായിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ ചെങ്കല്ലറയിൽ നിന്ന് ചരിത്ര വസ്തുക്കൾ വീണ്ടെടുക്കാനാകും. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന, കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസർ കെ രാജൻ, കൂക്കൽ തറവാട് മുൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ, കെ പവിത്രൻ, അരുൺ പനയാൽ, സി സന്തോഷ്, കെ പ്രകാശൻ, കെ തമ്പായിയമ്മ, എ ഭാരതി, എ നളിനി, പി സി നാരായണൻ, കെ രാഘവൻ, പനയാൽ സ്കൂൾ ജീവനക്കാരൻ കെ ബാലകൃഷ്ണൻ എന്നിവരും പനയാൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സ്ഥലം സന്ദർശിച്ചു. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട്, ചന്ദ്രവയൽ, പള്ളിപ്പാറ, അരീട്ടപ്പാറ, പോത്താങ്കണ്ടം, പനങ്ങാട്, ഉമ്മിച്ചിപ്പൊയിൽ, തലയടുക്കം, പരപ്പ, ബാനം, ഭീമനടി, പ്ലാച്ചിക്കര, കനിയാൽ, കുറ്റിക്കോൽ, ബങ്കളം, കല്ലഞ്ചിറ, മാവുള്ളച്ചാൽ, നാലിലാം കണ്ടം, മടിക്കൈ, പൈവെളികെ, കാര്യാട്, മൽപ്പച്ചേരി, പുത്തികെ, കോടോത്ത്, കൂടോൽ, മാണിമൂല, കാളാമൂല, കുരങ്ങനാടി, പാത്തടുക്കം എന്നിവിടങ്ങളിൽ നിന്ന് പലപ്പോഴായി ചെങ്കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെങ്കല്ലറകൾ, കൊടുങ്കല്ലറകൾ, തൊപ്പിക്കല്ലുകൾ, കൊടക്കല്ലുകൾ, നന്നങ്ങാടികൾ, കൽവൃത്തങ്ങൾ, ശിലാചിത്രങ്ങൾ എന്നിവയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇതുവരെ ലഭ്യമായ മഹാശിലാസ്മാരകങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.